1.25 ലക്ഷത്തിലേറെ വരുന്ന സൈന്യം നേരിട്ട് നടത്തിയ ഹജ്ജ് കാലമായിരുന്നു ഇത്തവണത്തേത്. ഇങ്ങനെയൊരു ഹജ്ജ് മുമ്പ് മക്കയിലുള്ളവർ കണ്ടിട്ടില്ല. ഈ ഹജ്ജിന്റെ കഥയിലൂടെയാണ് ആദ്യം. സാധാരണ ഒരുക്കം പോലെയല്ലായിരുന്നു ഇത്തവണ ഹജ്ജിനുള്ള ഒരുക്കം. സൗദി കിരീടാവകാശി നേരിട്ട് ചുക്കാൻ പിടിച്ച ഹജ്ജ് കാലം. തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ സൈനിക വിഭാഗങ്ങളുടെയും ചീഫ് കമാൻഡറും പ്രധാനമന്ത്രിയും കൂടിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ട് നിരീക്ഷിച്ച ഹജ്ജ്. ആദ്യം മക്കയിലേക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചു. വെറും നിയന്ത്രണമല്ല, എല്ലാ തവണയും പറയുന്നത് പോലെയുമല്ല, അനധികൃതമായി മക്കയിലെത്തുന്നവരെ തടയുമെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ഹജ്ജ് കാലം. തീർത്ഥാടകർക്ക് മാത്രമായി മക്ക വിട്ടുകൊടുത്ത ഹജ്ജ്. അതിന്റെ നേട്ടം അനുഭവിച്ചാണ് ഈ ഹജ്ജ് കാലം അവസാനിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ മരണങ്ങളില്ല, സൂര്യാതപമേറ്റ് ആശുപത്രികൾ നിറയുന്ന സാഹചര്യവുമില്ല, വഴിതെറ്റി ഹാജിമാർ അലയുന്ന ചിത്രങ്ങളില്ല. ഒന്നേകാൽ ലക്ഷത്തിലേറെ സൈനിക സുരക്ഷാ വിഭാഗം ഒന്നിച്ചിറങ്ങിയപ്പോൾ മക്ക വിജനമായി. അള്ളാഹുവിന്റെ അതിഥികൾ അവനിലേക്കുള്ള വഴികളിലൂടെ നീങ്ങി. ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റ് നുസൂക്ക് കാർഡായിരുന്നു. അത് കൃത്യമാക്കിയതോടെ ഹജ്ജിന്റെ ചിത്രം തന്നെ മാറി. നുസൂക്ക് കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ ഹാജിയുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും, തമ്പിലേക്കും ഫ്ളാറ്റിലേക്കുമുള്ള ലൊക്കേഷൻ ഉൾപ്പെടെ. ഇതോടെ പണ്ട് മലയാളി സന്നദ്ധ പ്രവർത്തകരെ ആശ്രയിക്കേണ്ടിയിരുന്ന ഹാജിമാർക്ക് വഴി കാണിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. സേവനത്തിനിറങ്ങിയ ഉദ്യോഗസ്ഥർ റാങ്കും ശ്രേണിയും നോക്കാതെ അവരെ സഹായിച്ചതോടെ ഹജ്ജ് മനോഹരമായി. എല്ലാ വർഷവും ഹാജിമാർക്കുണ്ടാകുന്ന വെല്ലുവിളി രണ്ടിടങ്ങളിലാണ്. ഒന്ന് അറഫയിൽ. അവിടുത്തെ കഥ പറയാം. ഇക്കാണും വിധമാണ് ബസ്സിലും മെട്രോയിലും ഹാജിമാരെ കൃത്യമായി അറഫയിൽ എത്തിച്ചത്. അനധികൃത ഹാജിമാരില്ലാത്തതിനാൽ വഴികൾ വിജനമായി. കൃത്യസമയത്ത് എല്ലാവരും അറഫയിലെത്തി. അറഫയിലെത്തുന്ന ഹാജിമാർ സാധാരണ നിർദ്ദേശം ലംഘിച്ച് പുറത്തിറങ്ങും. ജബലുർ റഹ്മ കുന്നിൽ കയറാനോ നെമിറ പള്ളിയിൽ എത്താനോ ആണ് ഈ നീക്കം. പക്ഷേ 3 ലക്ഷത്തിലേറെ പേർ നിറയുന്ന നെമിറ പള്ളിയിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ വഴി തെറ്റും. ഇത്തവണ അത് തടഞ്ഞു. പള്ളി നിറഞ്ഞതോടെ നേരത്തെ ഇവിടേക്കുള്ള വഴി അടച്ചു. ജബലുർ റഹ്മയിലേക്കും പ്രവേശനം ഒരു വഴി മാത്രമാക്കി. ഓരോ തമ്പിന് മുന്നിലും പോലീസ് കാവൽ നിന്നു. തമ്പിൽ നിന്നും പുറത്തിറങ്ങിപ്പോകുന്നവർക്ക് തിരിച്ചു കയറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ ഹാജിമാർ തമ്പുകളിൽ തങ്ങി. ഹാജിമാർ തങ്ങുന്ന പ്രദേശം ജബലുർ റഹ്മക്ക് താഴെയാണെങ്കിലും പലരും അത് കേൾക്കാതെ പോകാറാണ് പതിവ്. അങ്ങനെയാണ് വഴി തെറ്റാറുള്ളതും. അറഫ ദിനത്തിൽ ആർക്കും വേലിയേൽക്കാത്ത തരത്തിലായിരുന്നു ക്രമീകരണം. കഴിഞ്ഞ വർഷം 1000-ഓളം പേർ മരണപ്പെടുകയും 3000-ലേറെ പേർക്ക് സൂര്യാതപവും ഉണ്ടായിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയം ഈ കണക്ക് പുറത്തുവിട്ടതാണ്. നിയന്ത്രണം കർശനമാക്കിയതോടെ ഇത്തവണ അത് 90% കുറഞ്ഞു. അറഫയിലെ പല വഴികളിലും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മുസ്തലിഫയിലും സമാനമായിരുന്നു സംവിധാനം. മിനയിലേക്കുള്ള വഴികളിലുടനീളം റോഡുകൾ ചൂടാകാതിരിക്കാനുള്ള സംവിധാനവും പരമാവധി ഇത്തവണ നന്നാക്കിയെടുത്തു. ആരോഗ്യ സംവിധാനവും ഇത്തവണ വിപുലമായിരുന്നു. 900 ആംബുലൻസുകൾ, എമർജൻസി ഇവാക്വേഷന് 13 എയർ ആംബുലൻസുകൾ, 10,000-ലേറെ ആരോഗ്യ പ്രവർത്തകർ. മിനയിലും അറഫയിലും പുതിയ മെഡിക്കൽ സംവിധാനങ്ങൾ. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കൂടി മിനയിലും അറഫയിലും ആശുപത്രി മേഖലയിൽ പ്രവേശിപ്പിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങളായി. സൈന്യം വഴിനീളയും ഹറമിലേക്ക് നിരന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. യുദ്ധസമാന സാഹചര്യം പോലെ വഴികൾ നിയന്ത്രിച്ചു. മലയാളികളിൽ പോലും ഏതാനും പേർക്ക് വഴി തെറ്റിയതൊഴിച്ചാൽ എല്ലാവർക്കും കർമ്മങ്ങൾ വളരെ മനോഹരമായി പൂർത്തിയാക്കാനായി. സാധാരണ എല്ലാത്തരം വിസക്കാരും മക്കയിലുണ്ടാകും, വിസിറ്റ് വിസക്കാർ ഉൾപ്പെടെ. അവരിൽ പലരും അനുമതിയില്ലാതെ പല മാർഗത്തിലൂടെ ഹജ്ജിനെത്തും. ഇതോടെ മിനായിൽ ഹാജിമാരെത്തിയാൽ നിറഞ്ഞു കവിയും, വഴി തെറ്റും.
ഇത്തവണയും പല രൂപത്തിൽ മക്കയിലേക്ക് കടക്കാൻ ശ്രമങ്ങളുണ്ടായിരുന്നു. അത് ഇക്കാണും വിധത്തിലെല്ലാം തടഞ്ഞു. അനധികൃത ഹാജിമാർ നിറയുമ്പോൾ ആരെങ്കിലും മിനായിൽ വീണുപോയാൽ ശ്രദ്ധിക്കാൻ പോലും സാധിക്കില്ല. ഇത്തവണ കഥ മാറി. മിനായിൽ പോലും ഹജ്ജ് പരിശോധന കർശനമാക്കിയതോടെ അനധികൃതരില്ല. വഴി ഹാജിമാർക്കു വേണ്ടി കാലിയായി കിടന്നു. തീർത്ഥാടകരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഇതോടെ ഉദ്യോഗസ്ഥർക്കായി. ഫലത്തിൽ ഈ വർഷത്തെ ഹജ്ജ് സമീപകാലത്ത് നടന്ന ഹജ്ജുകളിൽ ഏറ്റവും മനോഹരമായ ഒന്നായി മാറി. സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ ഓരോ മന്ത്രിമാരും ഹജ്ജ് കേന്ദ്രങ്ങളിൽ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഓപ്പറേഷൻ നടത്തിയത്. സാധാരണ മലയാളി സന്നദ്ധ സംഘടനകൾ വ്യാപകമായി രംഗത്തിറങ്ങാറുണ്ട്. വഴിതെറ്റുന്നവരെ സഹായിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ഇത്. ഇത്തവണ അതൊന്നും ഇല്ലാതെ ഹജ്ജ് നടത്താൻ ഭരണകൂടത്തിന് സാധിച്ചു. മാത്രവുമല്ല, ഹജ്ജ് സമയത്ത് 10,000-ലേറെ സേവന സംഘങ്ങളും രംഗത്ത് വരാറുണ്ട്. ഇവർക്കൊന്നും അറഫക്ക് മുന്നേ പെർമിറ്റ് നൽകിയില്ല. ഇതോടെ അടുത്ത വർഷങ്ങളിൽ ഹജ്ജ് എങ്ങനെ മാറുമെന്ന സൂചനയുണ്ട്. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ഹജ്ജ് കാലം. മിനായിലെയും മുസ്തലിഫയിലെയും അറഫയിലെയും തമ്പുകളുടെ സൗകര്യങ്ങൾ തന്നെ മാറി. വരുന്ന 2 വർഷങ്ങൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിദാന കമ്പനിക്ക് കീഴിൽ പൂർത്തിയാക്കും. ഒന്നുറപ്പാണ്, ഇനി ഹജ്ജിനെത്തുന്നവർ ഒരു വഴിയിലും കുടുങ്ങില്ല. ഇത് സൗദി നേരിട്ട് തന്നെ സമ്പൂർണമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ആരുമില്ലെങ്കിലും അവരൊറ്റയ്ക്ക് തന്നെ വിജയകരമായത് പൂർത്തിയാക്കും. അതിന്റെ കൂടി തെളിവാണ് ഇത്തവണത്തെ ഹജ്ജ്.